Hi friends, അപ്പോൾ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി F22 ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ലോഞ്ച് ചെയ്ത ഫോണാണ്. 2 ആഴ്ചയോളം ഇത് മാർക്കറ്റിൽ വന്നിട്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ബോക്സ് അൺബോക്സ് ചെയ്ത് ബോക്സിനകത്ത് എന്തൊക്കെ കണ്ടൻറ്റ് ഉള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നിങ്ങൾക്ക് തരാം. അപ്പോൾ എൻ്റെ ബോക്സ് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വൈറ്റ് ബോക്സ് ആണ്. ബാക്കിലായിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോക്സിൽ ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 14,999 രൂപയാണ്. പക്ഷേ നിങ്ങൾക്കിത് മാർക്കറ്റിൽ 12,000 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഫോണുണ്ട്. അതിൻ്റെ പൊക്കത്തായിട്ട് ഒരു മിനി ബോക്സ് ഉണ്ട്. സാംസങ്ങിൻ്റെ ഫോണുകളിൽ ഇങ്ങനെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് സിം ഇജക്ഷൻ ടൂള്, അതുപോലെ തന്നെ യൂസർ മാനുവലും ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കവർ ഇതിൻ്റെ കൂടെ അവർ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ഫോണുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ലുക്ക് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ വൈറ്റ് കളറിലൊരു ടൈപ്പ് സി ഡേറ്റ കേബിളാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ കേബിളാണ് കൊടുത്തിട്ടുള്ളത്. സാംസങ്ങിൻ്റെ സാധാരണ ആക്സസറീസൊക്കെ വളരെ നല്ല ക്വാളിറ്റിയുള്ളതാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ കേബിളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അടുത്തായിട്ടുള്ളത് വൈറ്റ് കളറിലെ ചാർജിങ് അഡാപ്റ്ററാണ്. ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. 15 വാട്ട്സിൻ്റെ ഒരു നോർമൽ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഫോൺ 30 വാട്ട്സിൻ്റെ ഒക്കെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ചാർജ് ആവണമെങ്കിൽ ഒരു അഡീഷണൽ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ വാങ്ങിക്കുന്ന ഫോൺ അതിന് സപ്പോർട്ടീവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാംസങ് ഗാലക്സി F22 ബോക്സിൻ്റെ അകത്തുള്ളത്. കവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിന് ഇത്ര പ്രൈസ് ഉള്ളതിൽ ഒരു പ്ലാസ്റ്റിക് കവറൂടെ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഓവറോൾ എനിക്ക് ബോക്സിലെ കണ്ടൻറ്റൊക്കെ നോർമലായിട്ടാണ് തോന്നിയത്. നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂയിലോട്ട് പോകാം. ഇപ്പോൾ ഫോണിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോൺ സ്റ്റൈലിഷാണ്. ഹാർഡ് പ്ലാസ്റ്റിക് ടൈപ്പ് ബോഡിയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസ് വളരെ കുറവാണ്. സാംസങ് വളരെയധികം ശ്രദ്ധിച്ചാണ് ഇതിൻ്റെ ബാക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പൊക്കം തുടങ്ങി താഴത്ത് വരെയുള്ള താഴത്തായിട്ട് സാംസങ്ങിൻ്റെ ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഒരു ഗ്ലാസി ബോഡി പോലെ തന്നെ ലൈറ്റ് റിഫ്ലക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രത്യേക തരം ഡിസൈനിലാണ്. എഡ്ജൊക്കെ കർവ്ഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഹാൻഡ് ഫീൽ വളരെ സ്മൂത്താണ്. അതുപോലെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടാണ് ക്യാമറ വന്നിരിക്കുന്നത്. 4 ക്യാമറയാണ് ഇതിന് ബാക്കിൽ വന്നിട്ടുള്ളത്. അതായത് 48 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, അതുപോലെ 8 മെഗാ പിക്സലിൻ്റെ ഒരു സെക്കൻഡറി ക്യാമറ, 2 MB മാക്രോ ക്യാമറ, പിന്നെ അഡീഷണൽ 2 MB AI ക്യാമറയും വന്നിട്ടുണ്ട്. ക്യാമറയുടെ തൊട്ട് താഴത്തായിട്ടാണ് ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ വന്നിരിക്കുന്നത് 13 MBയാണ്. നോട്ട് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയെന്ന് എനിക്ക് തോന്നി. കാരണം പഞ്ച് ഹോൾ ഡിസൈൻ കൊടുക്കേണ്ടിയായിരുന്നു. പക്ഷേ ഇവർ നോട്ട് ഡിസൈൻ വളരെ സ്റ്റൈലിഷായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓവറോളിൻ്റെ ഡിസൈൻ വളരെ നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിനി ഫോൺ ബൂട്ട് ചെയ്ത് അതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് 6.4 ഇഞ്ചിൻ്റെ ഒരു മാസീവ് ഡിസ്പ്ലേ ആണ്. പക്ഷേ കയ്യിൽ നമുക്ക് ഫോൺ നന്നായിട്ട് ഒതുങ്ങും. നമ്മുടെ ഇൻ ഹാൻഡ് ഫീൽ എനിക്ക് വളരെ നന്നായിട്ടാണ് തോന്നിയത്. അതുപോലെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD+ അല്ല. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ എന്ന് വെച്ചാൽ വളരെ നല്ല ഒരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഇതിൻ്റെ അത് വന്നിരിക്കുന്ന Samsung One UIയുടെ യൂസർ ഇൻ്റർഫേസാണ് വന്നിട്ടുള്ളത്. അത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് താഴത്തുനിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്സ് എല്ലാം അവൈലബിൾ ആവും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ സ്മൂത്തായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണും പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കും. പക്ഷേ ചേഞ്ച് വരുന്നതിൻ്റെ ഉള്ളിലത്തെ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് അത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് സാംസങ് ഈ ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ കീസും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാം. ടച്ചും ഭയങ്കര സ്മൂത്താണ്. കാരണം ഇവർ ഇതിൻ്റെ അകത്ത് 90 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ എക്സ്പീരിയൻസ് ഭയങ്കര സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഓവറോൾ എനിക്ക് ഡിസ്പ്ലേയിൽ ഡ്രോബാക്ക് ഒന്നും പറയാനില്ല. HD+ ഡിസ്പ്ലേക്ക് വരെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുക്കായിരുന്നു. പക്ഷേ സാംസങ് ഈ റേഞ്ച് വരുന്ന ഫോണുകളിലൊന്നും HD+ ഡിസ്പ്ലേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് ഫോൺ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം അതിൻ്റെ കളേഴ്സും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ വളരെ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സ്ക്രീൻ. അപ്പോൾ ഞാൻ ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് അത് എത്ര വെയിലൊക്കെ വെച്ചും ഫോൺ യൂസ് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഓട്ടോ ഒന്നും ഓടിയിട്ട് കഴിഞ്ഞാൽ ഫോൺ തന്നെ അഡ്ജസ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫോണിൻ്റെ ഡിസൈനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോണിൻ്റെ എന്തായാലും ഞാൻ ബാക്ക് സൈഡ് കൂടെ ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് ഇതിൻ്റെ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് ഒന്നുകൂടെ നോക്കുക. ആ ലൈനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിതിൻ്റെ ഇൻ ഹാൻഡ് ഫീലാണ്. തീരെ വെയിറ്റ് കുറവ്. പക്ഷേ അത്ര തിന്നല്ല ഫോൺ, പക്ഷേ തീരെ വെയിറ്റ് ഇല്ല ഫോണിന്. അതുകൊണ്ട് കയ്യിൽ ഒതുങ്ങിയിരിക്കും. പക്ഷേ കുറച്ച് വണ്ണമുണ്ട്. അത് നമുക്ക് അത്ര ഫീൽ ആവില്ല. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ സിം ട്രേ കൊടുത്തിട്ടുള്ളത്.
നോർമൽ സ്ലോട്ടാണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് 2 സിം കാർഡ് ഒരു മെമ്മറി കാർഡ് ഇതിൻ്റെ അകത്ത് ഇടാം. 512 GB വരെ എക്സ്പാൻഡബിൾ ആണ് മെമ്മറി കാർഡ് യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ താഴത്തോട്ട് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ സ്പീക്കർ, മൈക്ക്, അതുപോലെ താഴത്ത് ഹെഡ്ഫോൺ ജാക്ക് ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ വോളിയം ബട്ടൺ ഉണ്ട്. അതിൻ്റെ താഴത്തായിട്ട് പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് യൂസ് ചെയ്യാനൊരു എളുപ്പമുണ്ടത്. ബാക്ക് സൈഡിലല്ല, പവർ ബട്ടണിൽ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ പൊക്കത്തായിട്ടാണ് നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നോയിസ് ക്യാൻസലേഷൻ മൈക്കിൻ്റെ ഉപകാരം എന്താണ്, നിങ്ങളിപ്പോൾ ഭയങ്കര ബഹളമുള്ള ഒരു സ്ഥലത്ത് നിന്നും കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അപ്പുറത്ത് സംസാരിക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും. അതാണ് നോയിസ് ക്യാൻസലേഷൻ മൈക്കിൻ്റെ ഉപകാരം. ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത മോഡൽ 4GB 64GB വേരിയൻ്റാണ്. അപ്പോൾ അതിൽ ഏകദേശം 18.2 GB ഓൾറെഡി യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം 45 GB അവൈലബിൾ ആണ് 64GB. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് ഏത് വെർഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷനായിട്ട് ആൻഡ്രോയിഡ് 11 തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് സാംസങ്ങിൻ്റെ 1UA എന്ന് പറഞ്ഞ യൂസർ ഇൻ്റർഫേസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതും ലേറ്റസ്റ്റ് വെർഷനാണ്. 3.1 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ. ഉടനെ തന്നെ 3.2ലേക്ക് അപ്ഡേറ്റ് ഇറക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും ഉടനെ തന്നെ കിട്ടുകയും ചെയ്യും ഇറക്കിയ ഉടനെ. പിന്നെ ഇതിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ അത് വന്നിരിക്കുന്നത് മാസി 6000 mAh ബാറ്ററിയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ചാർജറായിട്ട് 15 വോട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. അത് വെച്ച് ഏകദേശം 4 മണിക്കൂറോളം ടൈം എടുക്കും ഫുൾ ചാർജ് ആവാൻ 0 to 100 ആവാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഒരു 1.5 days ഒക്കെ സൂപ്പറായിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടും. നിങ്ങൾ ഹെവി ഗെയിമിംഗ് ഒക്കെ ചെയ്താലും 1 day ബാറ്ററി ബാക്കപ്പ് വളരെ സ്മൂത്തായിട്ട് ഇതിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് കാര്യം എന്ന് വെച്ചാൽ ഫോണിൻ്റെ പ്രൊസസ്സറാണ്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുക മീഡിയാടെക്കിൻ്റെ G80 പ്രൊസസ്സറാണ്. സാംസങ്ങിൻ്റെ ഇത് സാധാരണ ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വളരെ നല്ലൊരു പ്രൊസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പൊതുവേ സാംസങ്ങിൻ്റെ ഈ പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ ബാക്കി കമ്പനികളുടെ ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പുറകിലോട്ടായിരിക്കും അവർ പ്രൊസസ്സർ വരുന്നത്. പക്ഷേ ഈ മോഡലിൽ എന്തായാലും അവർ ആ കുറവ് മാറ്റിയിട്ടുണ്ട്. വളരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച പ്രൊസസ്സർ തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഹെലോ G80 പ്രൊസസ്സർ. അപ്പോൾ നിങ്ങൾക്ക് ഹൈ പെർഫോമൻസ് ഗെയിം PUBG അതുപോലത്തെ ഗെയിമൊക്കെ കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. കൂടാതെ തന്നെ ഇതിന് 90 Hz റിഫ്രഷ് റേറ്റുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് വേറെ ലെവലായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഫോണിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാ ഫോണിനും അതിൻ്റെ നല്ല കാര്യങ്ങളും അതിൻ്റെ കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഓവറോൾ ഈ ഫോൺ ഡിസ്പ്ലേയിൽ വളരെ നന്നായിട്ട് തോന്നി. അതുപോലെ ഡിസൈനിൽ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ചാർജർ എനിക്ക് കുറച്ച് ഡ്രോബാക്കായിട്ട് തോന്നി. കാരണം കുറച്ചുകൂടെ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ കൊടുക്കായിരുന്നു. അതുപോലെ ക്യാമറ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റേറ്റിനനുസരിച്ചുള്ള പെർഫോമൻസ് തന്നെ ക്യാമറ കാഴ്ച വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോ കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.